സൺസിറ്റി വീണ്ടും അടിച്ചുപൊളിച്ച് കളിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. അതെങ്ങനെ പറയണമെന്നറിയില്ല. ഭയങ്കര ദുഃഖമുള്ള കാര്യമാ. ഒരു സൈഡില് ജയ്സിംഗിന്റെ സൺ സിറ്റി, അവിടെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഞങ്ങളുടെ ഈ കാൾ സിറ്റിയില് ഇവിടെ മാത്രം കണ്ണെത്തും ദൂരത്ത് ആരുമില്ല, ഒരു ഒരുക്കവുമില്ല. ഇവരൊക്കെ ഓരോ സെക്കൻഡിലും സന്തോഷം തേടി നടക്കുകയാണ്. പക്ഷെ നിങ്ങളോ ജനങ്ങളെ പേടിപ്പിച്ച് ആക്രമിച്ചു വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് എന്നെ പോലെ. ഞാൻ മായാജാലമാണ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാ. സന്തോഷം എന്ന് പറയുന്നത് സൺ സിറ്റിക്ക് മാത്രമുള്ളതല്ല. നിനക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കാൾ സിറ്റിയിലെ ജനങ്ങളും സന്തോഷത്തോടെ ഇരിക്കും. നിനക്ക് കാണാം. ഞാനാണിത് ആദ്യം കണ്ടത്. ഇപ്പൊ കണ്ടില്ലടാ, വേറെ ഒരുത്തൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. നീ കാരണം അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത്. എന്താ ഇത്? ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാ. ഓരോ വീട്ടിലും സന്തോഷം പ്രവഹിപ്പിക്കണം. എല്ലാവരും അത്രയ്ക്കും ലൈറ്റ്സ് കത്തിച്ചു വെക്കുക. ടോട്ടൽ കാൾ സിറ്റി മിന്നിത്തിളങ്ങണം. ഓരോ വീട്ടിൽ നിന്നും എനിക്ക് ആട്ടവും പാട്ടും പൊട്ടിച്ചിരിയും കേൾക്കണം. മനസ്സിലായോ? കലക്കി കണ്ടോടാ സോഗ, എന്റെ പവർ കണ്ടോ? എല്ലാരോടും ഞാൻ സന്തോഷമായി ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എത്രയും നല്ലൊരു കിങ് ആണ്. ഇനി നീ പറയാ, ഇപ്പൊ എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്കിപ്പോ ഒരു കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയണോ വേണ്ടോന്ന് ആലോചിക്കുക. ശരി, ഏതായാലും പറഞ്ഞേക്കാം. ചെക്കാൽ ഒരു ഭാഗത്ത് സൺ സിറ്റിയിലെ ജനങ്ങൾ അവരുടെ ഇഷ്ടം പോലെ അവർ സന്തോഷമായിട്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കാൾ സിറ്റിയിലെ ജനങ്ങൾ നിങ്ങളെ പേടിച്ചിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് ഡാൻസ് കളിക്കുന്നത്. ഇവരുടെ ആരുടെ സന്തോഷവും ഒറിജിനൽ അല്ല, അഭിനയമാണ്. നീ ഒരിക്കലും നന്നാവില്ലടാ. വേണ്ടാത്ത കാര്യങ്ങളാണ് നീ വായി തുറന്നാ പറയുന്നത്. എനിക്കെതിരെ വിഷം തുപ്പുകയാണല്ലടാ നീ. ഇനി നിന്നെ എന്താ ചെയ്യാൻ പോണെന്ന് നീ നോക്കിക്കോ. വേണ്ട വേണ്ട ഷാക്കോൾ, മനസ്സിലുള്ളത് പറയാൻ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്. സത്യം എപ്പോഴും കയ്പുള്ളതായിരിക്കും. ഇന്ന് രണ്ടിലൊന്ന് അറിയണം എനിക്ക്. പോകുന്ന പോക്കിൽ സോഗ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ കാൾ സിറ്റിയിലെ ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അപ്പോ സൺ സിറ്റിയിലും അവിടെ ആരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല. ഈ വലിയ മരം എങ്ങനെ നടുറോട്ടിൽ വന്ന് കിടക്കുന്നത്? ശരി, വാ ചെന്ന് നോക്കാം. വേഗം വാ. ഇതൊക്കെ കള്ളന്മാരാണെന്ന് തോന്നുന്നു. രുദ്ര, രുദ്ര വേഗം വാ. കുറെ പേര് വന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്ക. ആരാടാ ഇവൻ? എടാ കൊച്ചനെ, മര്യാദക്ക് വഴി മാറി നിൽക്ക്. ഞങ്ങൾക്ക് പോകണം. അത്രയും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഞങ്ങൾ തിരിച്ചു തന്നേക്കാം.
മതി നിർത്ത് രുദ്ര. ഇവന്മാർക്കൊരു പഞ്ച് കൊടുത്തിട്ടുള്ള മറ്റു കാര്യം. അത്രയ്ക്ക് ധിക്കാരമോ? ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ അടിച്ചു മാറ്റാൻ വന്നിരിക്കുന്നു. ജന്തർ മന്തർ കാലിക്കലാച്ചു. ഒന്നും സംഭവിച്ചില്ല. മൈര, നിന്റെ ഈ ഒടുക്കത്തെ മാജിക് ഒന്ന് നിർത്തുവോ? സോറി, എന്റെ മാജിക്കിന് നിനക്ക് എന്താ പ്രശ്നമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബൈസ്കോ വെൻ ക്രിയേറ്റോ. ഈ ചെക്കന് ഭയങ്കര സ്ട്രോങ് ആണ്. ഫോക്കസ് ഓൺ ബിലീവ്. ശത്രുക്കളെ അടിച്ചു തെറിപ്പിക്കുന്ന കാര്യത്തിൽ എന്റെ മാജിക്കും വർക്കാവുന്ന എനിക്ക് നിരൂപിച്ചേ പറ്റൂ. ജന്തർ മന്തർ കാലിക്കലന്തർ വിൻ ക്രിയേറ്റോ. മൈര, വീണ്ടും മാജിക്. ഓ നോ, സോറി വരുൺ. ഇനി നീ മാജിക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവരൊക്കെ ഓടിപ്പോയി. കലക്കിരങ്കിലോ. കൊള്ളാലോ, ഇത് കൊള്ളാലോ. മുത്തശ്ശ, നമ്മുടെ ക്രിസ്മസ് ട്രീ എത്തിപ്പോയി. ദേ ക്രിസ്മസ് ട്രീ കണ്ടില്ലേ? ക്രിസ്മസ് ട്രീ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. വാവ്, ഗുഡ് ജോബ് ചില്ലി. വളരെ നല്ല ട്രീ ആണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്. മുത്തശ്ശ, നിങ്ങൾ ഇനി ഈ ട്രീയുടെ സ്പെഷ്യൽ പവർ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, 1 2 and 3. Wow, what a lovely Christmas tree. അതെ, സത്യമാണ്. ഇന്ന് വരെ ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ കണ്ടിട്ടേ ഇല്ല. താങ്ക് യു വെരി മച്ച്. ഷാക്കാൽ, ഇത് കണ്ടോ? നല്ലോണം നോക്ക്. ജയ്സിങ്ങിനെ കണ്ടോ? ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കണ്ടോ? പക്ഷെ നിങ്ങൾ കോൾ സിറ്റിയെ ക്രിസ്മസ് വിഷ് ചെയ്യാനായിട്ട് ഒരു ചെറിയ എലി പോലും വന്നിട്ടില്ല. ഞാനാണ് മായാജാലം, ഞാനാണ് മാജിക്. എന്നെ കണ്ട് പേടിക്കാ. ഞാനാണ് ഷക്കാ. ഈയിടെയായിട്ട് നിന്റെ വായും പ്രവൃത്തിയും ചുണ്ടലിയെ പോലെ ചെക്കുന്നത് ചലച്ചുകൊണ്ടിരിക്കല്ലേ? ഇന്ന് പിടിച്ചോ. നീ ഒരു എലിയായി മാറിപ്പോ. സപ്പോള, ചെന്ന് അവന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്ക. ദൈവം വിട്ടേക്ക്, ഞാൻ നോക്കയാണ്. എന്നെ വിട്ടേക്ക്. അവനൊന്ന് തടഞ്ഞു നിർത്തി ഷാക്കാൽ. ഷാക്കാൽ, എന്നെ തടഞ്ഞു നിർത്ത്. ഈ എലിയെ കണ്ടിട്ട് എനിക്ക് എന്റെ വിശപ്പടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നാവട്ടെ. ചിലപ്പോ ഞാൻ അതിനെ പിടിച്ച് തിന്നാലും തിന്നു കളയും. ഞാൻ അതിനെ വെറുതെ വിടില്ല. അവിടെ നിൽക്ക് ഷാക്കാൽ. സോറി ഷാക്കാൽ, എന്നൊന്ന് രക്ഷിക്ക്. പഴയതുപോലെ മാറ്റിയെടുക്ക്. ഇനി ഞാൻ സത്യത്തെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. ഷാക്കാൽ. രക്ഷപ്പെട്ടു. താങ്ക് യു ഷാക്കാൽ, താങ്ക് യു. നിങ്ങൾ വളരെ നല്ലവനാണ്. ആ ക്രിസ്മസ് ട്രീ അതിസുന്ദരമായിരിക്കുന്നല്ലോ. ആ ക്രിസ്മസ് ട്രീ ഇപ്പോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. അതിനു പകരം അവിടെ മറ്റൊരു മരം കൊണ്ടുവച്ചേക്കാം. ഷാക്കാൽ പോയി കഴിഞ്ഞു. ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല.
അവരല്ല നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുന്നേ, നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ. താഴേക്കൊന്ന് നോക്ക്. അതാണ് എൻട്രൻസ്. ഓക്കേ, ദാ അങ്ങോട്ട് അങ്ങോട്ട്. ഇനി സാന്റാക്ലോസ് ആയി മാറി കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. ടാർഗറ്റ് ലോക്ക്ഡ്. എന്താ ഇതൊക്കെ? ആരാടാ നിങ്ങള്? എനിക്കിപ്പോ എന്താ പറ്റിയത്? റെഡി റെഡി. ഇതൊക്കെ എന്റെ ഒരു സ്വപ്നമായിരിക്കും. ചേടാ, ഇതെന്താ ഇത്? രുദ്ര, വേഗം വാ, വേഗം വാ രുദ്ര. ചെറിയ ചെറിയ ആളുകൾ വന്ന് മുത്തശ്ശനെ കിഡ്നാപ്പ് ചെയ്ത് പോവാണ്. വേണ്ട. എന്ത് പറ്റി ചിംഗ്ലി? എന്തിനാ കിടന്ന് നിലവിളിച്ചത്? ചിംഗ്ലി ഹാളിൽ നിന്നും ശബ്ദം ഉണ്ടാക്കിയത് നമ്മൾ കേട്ടതല്ലേ, പക്ഷെ എവിടെ പോയത്? ഞാൻ കിച്ചണില് കണ്ടതാ, പക്ഷെ ഇവിടെ നോക്കിട്ടില്ലല്ലോ. രുദ്ര, മുത്തശ്ശനെ മുറിയിൽ കാണുന്നില്ല. രണ്ടുപേരും കാണാതെ പോയിരിക്കാണോ? വേഗം വാ, പുറത്തേക്ക് ചെന്ന് നോക്കാം. ചെല്ല് രുദ്ര, ചെല്ല. എല്ലായിടത്തും തേടി ചെല്ല. ഇനി നിങ്ങൾക്ക് വളരെ മോശമായ സമയമാണ്. നീ അങ്ങോട്ട് തിരിച്ചെത്തുന്നതിന് മുൻപ് നിന്റെ അപ്പൂപ്പൻ എന്റെ കസ്റ്റഡിയിലായി തീരും. അകീറ, സക്കീറ, ബസൂക്ക. എല്ലാ സ്ഥലത്തും നോക്കി, എവിടെയും മുത്തശ്ശനെ കണ്ടില്ല. രുദ്ര, രുദ്ര, നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങൾ ഈ ട്രീയുടെ കൂടെ ചേർന്ന് പറന്ന് പോവായിരുന്നു. എന്ത്? പറന്നു പോയെന്നോ? രംഗില്ല, വേഗം ചെന്ന് MCTV ഓൺ ചെയ്യ്. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇതിപ്പോ MCTV എന്ന് പറയുന്ന സാധനം എന്താണ്? എന്താ അത് മറന്നുപോയോ? MCTV എന്ന് പറഞ്ഞ മാജിക്കൽ ക്യാമറ TV. മുത്തശ്ശൻ ഈ പാലസ് മുഴുവനും മാജിക്കൽ ക്യാമറ TV ഫിക്സ് ചെയ്തിട്ടുണ്ട്. പാലസിന്റെ അകത്തും പുറത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും. രുദ്ര, വേഗം വാ. ചിംഗ്ലി നിലവിളിക്കുന്ന കണ്ടോ? ചിംഗ്ലി എന്തോ കണ്ടിട്ടുണ്ട്. ഇതെന്താ പറ്റിയത്? ഓ നോ, മുത്തച്ഛനും ചിംഗ്ലി എങ്ങനെയാ ചെറിയ ചെറിയ ടോയ്സിനെ പോലെ മാറിപ്പോയത്? ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്കുക, ഞാനാണ് ഷഗാ. രുദ്ര, നീ നിന്റെ അപ്പൂപ്പനെ തേടി അലയുകയാണല്ലേ? അയാൾ ഇത്തവണ എന്റെ കൂടെ ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. രുദ്രയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്.
സംശയിക്കില്ല. പക്ഷെ എനിക്കത് കാണാൻ ആഗ്രഹമുണ്ട്. നീ എങ്ങനെയാണ് നിന്റെ അപ്പൂപ്പനെ രക്ഷിക്കുന്നതെന്ന്. അക്കീറ, സക്കീറ, ബസൂക്ക, കാൾ മാക്ടോ. നല്ല രസം. രുദ്ര, അത് കണ്ടോ? ഇതൊക്കെ ഷക്കാലിന്റെ കളിയാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. സോഗ, നോക്ക് സോഗ, ഷക്കാലിന്റെ ക്രിസ്മസ് അടിപൊളിയായിരിക്കും. എല്ലാവരോടും പറയാ, പാർട്ടി അടിച്ചു പൊളിക്കാൻ പറയാ. യെസ്, കിട്ടിപ്പോയി. വേഗം വരും ഫ്രണ്ട്സ്. നീയൊക്കെ എവിടെന്നാ വന്നത്? ഇവന്മാര് തന്നെ അവിടെയും വന്നത്. രുദ്ര സൂക്ഷിച്ച്, അവൻ നിന്നെ ചെറുതാക്കി മാറ്റും. മൈറോ! അത് ശരി, അപ്പോൾ രുദ്ര ഇവിടെ എത്തിക്കഴിഞ്ഞുവല്ലേ? അവനെ വിട്ടേക്ക്, അവൻ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. മായാജാലങ്ങൾ ചെയ്ത് അവൻ അവശനാകട്ടെ. അപ്പോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാം. അതുവരെ നമുക്ക് തിന്നും കുടിച്ചു ആസ്വദിക്കാം. Ibaiska Snowflake Creator! ആ രുദ്ര എവിടെയാണ് പോയി മറഞ്ഞിരിക്കുന്നത്? അവൻ എന്നെ ഇപ്രാവശ്യം കളിപ്പിക്കാൻ പറ്റില്ല. അവൻ വന്നിരിക്കുന്നു. അറ്റാക്ക്! No, Zimzum! എന്റെ പിടിയിൽ നിന്നും ഈ പ്രാവശ്യം ആരും രക്ഷപ്പെടില്ല. എവിടെ പോയി എന്റെ മറ്റുള്ള സോൾജിയേഴ്സ്? പുറത്തേക്ക് വാ, എല്ലാവരും ചേർന്ന് രുദ്രയുടെ കഥ അവസാനിപ്പിക്കാം.
Zıbay ska bum çik çik bum. ഷാക്കാൽ, ഇത് വളരെ നല്ല ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ തെറ്റുകളെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കാം. എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരട്ടെ. എന്നിട്ട് ഞങ്ങളോടൊപ്പം സൺസിറ്റിയിലേക്ക് വന്ന് ക്രിസ്മസ് ആഘോഷിക്കൂ. നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയാം. ഞാൻ വെയിറ്റ് ചെയ്യും അവിടെ. ഷാക്കാൽ, ഒന്നും മിണ്ടാതെ നേരെ വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ജയ്സിങ്ങിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം അറിയാലോ, ആകെ പ്രശ്നമാകും. ശരി ശരി, പോയി നോക്കാം അവരെങ്ങനെയാണ് അവരുടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന്. മുത്തശ്ശനല്ലേ പറഞ്ഞത് സാന്റാക്ലോസ് വരുമെന്ന്? എപ്പോ വരും സാന്റാക്ലോസ്? എത്തിക്കഴിഞ്ഞു സാന്റാക്ലോസ്. Merry Christmas! കൊള്ളാം, കലക്കി കളഞ്ഞു. ഈ സായാഹ്നം ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. അതെ, ഫോട്ടോ ആവശ്യമാണ്. വേഗം ക്ലിക്ക് ചെയ്തോളൂ. സ്മൈൽ പ്ലീസ്. ഇവൻ കുറെ തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര കുറ്റവാളിയാണ്. ഇവൻ നമ്മുടെ നിന്ന് രക്ഷപ്പെടാതെ എത്രയും പെട്ടെന്ന് ഇവനെ വലിയ ജയിലിലേക്ക് എത്തിക്കണം. സാറേ പിടിച്ചോ. ഹലോ, എന്റെ വക ഒരു സമ്മാനമാ. ഗിഫ്റ്റോ? താങ്ക് യു. പക്ഷെ ഇത് എന്തിനു വേണ്ടിയുള്ള ഗിഫ്റ്റ് ആണ്? അതൊന്നും പറയൂ. ആ കള്ളൻ ചെട്ടി ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ശിവയോട് ഞാൻ എന്തായാലും വിവരം അറിയിക്കട്ടെ. അവന് മാത്രമേ എന്തായാലും ചെയ്യാൻ കഴിയൂ. ഹലോ ശിവ.
ആ കുട്ടിയോട് എന്താണ് ചെയ്യുന്നത്? അവന് കളിക്കാൻ കണ്ട സ്ഥലം കണ്ടില്ലേ? ഏ കുട്ടി, മര്യാദക്ക് വഴിന്ന് മാറാൻ നോക്ക്, അല്ലെങ്കിൽ ശരിയാക്കും ഞാൻ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കോട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, പറയുന്നത് കേട്ടില്ലേ? കുട്ടിയെന്ന് വിളിക്കരുതേന്ന്. കുട്ടീനെ പിന്നെ കുട്ടിന്നല്ലാണ്ട് കപ്പയെന്ന് വിളിക്കാൻ പറ്റോ? ശിവ, ശിവ എന്നാണ് പേര്. എന്താണ് മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വേഗം ചെന്ന കുട്ടിയെ പിടിക്കാൻ നോക്ക്. ഇനി ഒരിക്കൽ കൂടി ഞങ്ങളുടെ രക്ഷപ്പെടാന്ന് കരുതണ്ട മക്കളെ. നിനക്കൊരു കാര്യം അറിയോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, അവിടുത്തെ ആൾക്കാർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് ഇപ്പൊ തന്നെ വരുമെന്ന്. ഈ ദയ വലിയ ദയാലുവാണ് കുട്ടി. ആരുടെയും കണക്ക് ഞാൻ ബാക്കി വെക്കാറില്ല കുട്ടി. ഞാൻ തീർച്ചയായും നിന്നെ എടുത്തോളാം. പഞ്ച് ഡയലോഗ് നമുക്ക് പിന്നെ പറയാം മണ്ണേ. വണ്ടി വിട. ജയില് ചാടിപ്പോയി, ജയില് ചാടിപ്പോയി. വെൽക്കം ബാക്ക് ബോസ്. ഇന്ന് നമ്മളൊക്കെ അടിച്ചു പൊളിക്കണം. ഈ ദയ വലിയ ദയാലുവാണ്. എനിക്കാദ്യം ആ ചെറുക്കന്റെ കണക്ക് തീർക്കാനുണ്ട്. ചെന്ന ചെറുക്കന്റെ എല്ലാ വിവരങ്ങളും എനിക്ക് കൊണ്ടുതരൂ. ബോസേ, ഞങ്ങൾ ആദ്യം തന്നെ അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൈക്കലാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള വേദ നഗരത്തിലെ അവന്റെ വീട്. അവന്റെ മുത്തശ്ശനോടൊപ്പം താമസം. ബോസേ, ഇത്തവണ അവരൊക്കെ ക്രിസ്മസ് വളരെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഞാൻ കേട്ടത്.
അവന്റെ മുത്തശ്ശൻ സാന്റാക്ലോസ് ആവാൻ പോവാണ്. സാന്റോ ക്ലോസ് ക്ലോസ് ആക്കും. ഞാനും ഒരു സാന്റോ ക്ലോസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലും. കുട്ടികളെ, എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ വേഷം? ലഡു സിംഗ് സാർ കാണാൻ നന്നായിട്ടുണ്ട്, പക്ഷേ ഈ കോസ്റ്റ്യൂം കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. വേറെ കോസ്റ്റ്യൂം ഒന്ന് ഇട്ട് നോക്കൂ. അതിനുള്ളിൽ ഞങ്ങൾ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കാം. ശിവ, നീ അടുത്തുള്ള മോളിലേക്ക് പോയിക്കോളൂ. പിന്നെ ഞാനും ആദിയും യോടിയും ഇവിടെയുള്ള മാർക്കറ്റിൽ അന്വേഷിക്കാം. ശരി കുട്ടികളെ, പക്ഷേ ഒരുപാട് ദൂരത്തേക്ക് എങ്ങും പോകരുത്. അഡ്വാൻസ് ആയിട്ട് മേരി ക്രിസ്മസ് നേരുന്നു. അല്ല, താങ്കൾ സാന്റാക്ലോസ് ആവാൻ പോവാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയും ശരിയായ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. എന്റെ അടുത്തുള്ള പല ഡ്രസ്സുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് അനുസരിക്കണം. ഫോളോ മീ. ഇതെന്താ ഈ കാണിക്കുന്നത്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാന്റാക്ലോസ് നമ്മുടെ മുത്തശ്ശനെ പിടിച്ചോണ്ട് പോകുന്നേ. വേഗം പോലീസിനെ വിളിക്കൂ. എവിടെ കൊണ്ടുപോക എന്നെ? നിർത്ത്, വണ്ടി നിർത്താൻ. മിണ്ടാതെ അടങ്ങിയിരുന്നോണം. മുത്തശ്ശ, ആരാത്? എവിടെയാ മുത്തശ്ശനെ കൊണ്ടുപോകുന്നേ? സാറേ, കള്ളൻ മുത്തശ്ശനെ തട്ടിക്കൊണ്ട് പോയി. ഈ ദയാരുടെയും കണക്ക് ബാക്കി വെക്കാറില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇനി നിനക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ തീർച്ചയായും പിടികൂടിയിരിക്കും. നിന്റെ മുത്തശ്ശി വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ അല്ലേ? എന്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഞാൻ മുത്തശ്ശി എവിടെയുള്ളത്? എന്ത് പറ്റി ശിവ? ഞാൻ അടുക്കളയിലുണ്ടല്ലോ മോനെ. ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു മോനെ. അല്ല, നിന്റെ മുത്തശ്ശനും കൂട്ടുകാരൊക്കെ എവിടെ പോയി? അവരൊക്കെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കാണ്. മുത്തശ്ശി ഇവിടെ തന്നെ ഇരിക്കാനേ. ചിലപ്പോ പെട്ടെന്ന് മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നാലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാവേ. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. എല്ലാ സ്ഥലത്തും കള്ളന്മാരുടെ ശല്യം. അതാ മുത്തശ്ശി. ആ ശരി മോനെ. ആ ലഡു സിംഗ് സാറേ, എന്റെ മുത്തശ്ശനെയും ഫ്രണ്ട്സിനെയും ഒരാൾ കിഡ്നാപ്പ് ചെയ്തു. എനിക്ക് കിഡ്നാപ്പറിന്റെ ഒരു ഫോൺ കോൾ വന്നു. ഞാനിപ്പോ അയാളെ വിളിച്ചേക്കാം. അയാളുടെ കോൾ ട്രേസ് ചെയ്ത് അയാളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ശിവ. നന്ദ ശിവ. നിങ്ങൾ ആരായാലും ശരി, എന്റെ മുത്തശ്ശനെയും എന്റെ ഫ്രണ്ട്സിനെയും ഒന്നും ചെയ്യരുത്. നീ പറയുന്ന പോലെ അനുസരിക്കാൻ ഞാൻ ഒരുക്കമല്ലല്ലോ. അങ്കിൾ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞേക്കാം. അവര് ദയവ് ഇതൊന്നും ചെയ്യരുത്. ജയ ഷെട്ടി ആരുടെയും കണക്ക് ബാക്കി വെക്കാറില്ല. നിങ്ങളൊക്കെ ക്രിസ്മസ് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പോകുമായിരുന്നുവല്ലേ? നിങ്ങൾ ഇനി എങ്ങനെയാ ക്രിസ്മസ് ആഘോഷിക്കാൻ പോണെന്നറിയോ? അടിച്ചു പൊളികളൊന്നും ഇല്ലാതെ, പകരം എന്റെ ഇഷ്ടപ്രകാരമായിരിക്കും.
ആ വേദനഗരം മുഴുവനും ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് കരഞ്ഞുകൊണ്ടായിരിക്കും, അറിയോ? എന്നാ അങ്ങനെ ആവട്ടെ അങ്കിൾ. നിങ്ങൾ എന്റെ ഫ്രണ്ട്സിനെ വിട്ടില്ലെങ്കിലും സാരമില്ല. ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വന്നേക്കാം. അവന്റെ പൊട്ടത്തരം കേട്ടില്ലേ? എന്നെ കണ്ടുപിടിച്ചിട്ട് വേണ്ടേ? ശിവ, ലൊക്കേഷൻ സ്നേക്ക് വാലിന്റെ അടുത്താ കാണിക്കുന്നേ. എന്നാ പെട്ടെന്ന് വരൂ, സ്നേക്ക് വാലിയിലേക്ക് പോവാം. വണ്ടി വിട്ടോ? ഓക്കെ സാർ. പതുക്കെ പതുക്കെ ഓടിക്കണോ? പേടറാം എടോ, തന്നോട് പറയുന്ന വണ്ടി ഒന്ന് പതുക്കെ ഓടിക്കാൻ. കൊത്തല്ലേ കൊത്തല്ലേ കൊത്തല്ലേ. കൊത്തല്ലേ കൊത്തല്ലേ കൊത്തല്ലേ. അതെ, ഞാൻ പറയണൊക്കെ ഞാനൊരു പോലീസുകാരനാണ്. എന്നെ കൊത്താൻ പാടില്ല. കൊത്തല്ലേ വേണ്ട, പറഞ്ഞൊക്കെ ഇറങ്ങിപ്പോയിക്കോ ഇറങ്ങിപ്പോയിക്കോ, വേഗം വേഗം പോയിക്കോ. സാറേ, നമുക്ക് ഈ പാമ്പുകളുടെ അടുത്ത് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാവൂ. നീ കണ്ടുപിടിച്ചിരിക്കുന്നു. ഏയ്, ആ കുട്ടിയെ പിടിക്ക്. അവനിനി ഇവിടുന്ന് പോകാൻ പാടില്ല. ഇന്നത്തോടെ അവന്റെ കുംഫും കരാട്ടെ എല്ലാം അവസാനിക്കണം. വേഗം രക്ഷിക്കേ.
ഇവരെ ഞാൻ നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട, ഞാനിത് എത്തിക്കഴിഞ്ഞു. അതെ ശിവ, ഞങ്ങൾ എത്തി. വഴിമാറ്. ഒന്ന് വഴിമാറ്. വഴിമാറാം. സാറേ, ആ മകുടം ഊതിക്കോ. മകുടത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്റെ കണ്ണ്. സാറേ, നിർത്തല്ലേ. ഊതിക്കൊണ്ടേയിരിക്കണേ. ദയവ് ചെയ്ത് വായിക്കുന്നത് നിർത്തല്ലേ. ഇതൊക്കെ നല്ല വിഷമുള്ള പാമ്പുകളാ. നിങ്ങളത് നിർത്തിയാ ഇവര് വന്ന് നമ്മളെ കൊല്ലും. മതിയാക്ക്. എന്നെ ആരും ഇങ്ങനെ ഇടിച്ചിട്ടില്ല. ഇനി ഇടിക്കരുത്. എനിക്ക് എന്ത് തോന്നിയിട്ടാണോ ജയിൽ ചാടി വന്നതെന്ന് അറിയില്ല. അവിടെ കിടന്നാ മതിയായിരുന്നു. ഒന്ന് വേഗം കൊണ്ട് വന്നേ. മകുടം ഊതി ഊതി എന്റെ വായൊക്കെ വേദനിക്കാൻ തുടങ്ങി. എന്നെ രക്ഷപ്പെടുത്തപ്പെടുന്നേ. ഉറുക്കി പിടിക്കണേ. കയ്യൊന്ന് തന്നെ വിട്ടോ. കണ്ടല്ലോ നിന്നെ ഞാൻ പിടിച്ചത്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. താങ്ക് യു ശിവ, നീ ഒരിക്കൽ കൂടി ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ചതിന് താങ്ക് യു വെരി മച്ച്. ശിവ, വേഗം വാ. അവിടെ വേദ സിറ്റിയിൽ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാവും. Merry Christmas. Wish you Merry Christmas. Wish you Merry Christmas and wish you Happy New Year. അദ്ദേഹമാണ് ക്രിസ്മസിന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത്. തരാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ ചെല്ല്. ഞാൻ രാത്രി വന്ന് നിങ്ങൾക്ക് സമ്മാനം തരാം. രാത്രി വരുമോ? ശരിക്കും വരുമോ? ഇനി വല്ലതും നുണയാണോ പറയുന്നത്? നോക്കൂ, അമ്മ
നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ത് നന്നായി അലങ്കരിച്ചിരിക്കുന്നേന്ന്. ആളുകൾ എന്തിനെങ്ങനെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നേ? അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? അതെന്തുകൊണ്ടെന്ന് വെച്ചാ ഇതിനടുത്തല്ലേ സാന്റാക്ലോസ് നമ്മുടെ സമ്മാനങ്ങൾ വെക്കുക. ഓ വാവ്, നമുക്ക് സമ്മാനം കിട്ടുമല്ലോ ശിശുമാനു. ഓ, നമുക്ക് സമ്മാനം കിട്ടും. അദ്ദേഹത്തിന് എന്റെ സമ്മാനം ഇതിനുള്ളിൽ വെക്കാലോ. ഇവൻ ഭയങ്കര മിടുക്കനാണല്ലോ. കുട്ടികളെ, നിങ്ങൾ എന്തോ ചെയ്യുന്നേ? എന്റെ ഈശ്വര, എന്താ ഇത്? അമ്മ, സാന്റാക്ലോസ് ഇവർക്കുള്ള സമ്മാനങ്ങൾ ഇതിനുള്ളിലാണ് ഇടുക. ഞങ്ങൾ ചെയ്തത് ശരിയല്ലേ? ആ, നിങ്ങൾ ചെയ്തത് ശരിയാ കുട്ടികളെ. സാന്റാക്ലോസ് എല്ലാവർക്കും വേണ്ടി സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് എന്താ കൊണ്ടുവരിക? നോക്ക്, ഇതൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടാ. പക്ഷേ അച്ഛാ, നിങ്ങൾക്കും ചെറുപ്പത്തിൽ സമ്മാനങ്ങൾ കിട്ടാറുണ്ടോ? ആ, എനിക്കും ചെറുപ്പത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. അതുപോലെ അറിയോ, ഞങ്ങളും ഇതുപോലെ തന്നെയാ കാത്തിരിക്കാറ്. അദ്ദേഹം ഞങ്ങളെ മറന്നൊന്നും പോവില്ലേ? നിജല്ലേ? അപ്പൊ നീ ക്ഷമയോട് കൂടെ കാര്യങ്ങൾ ചെയ്യണം ഷിൻഷോ. എനിക്ക് സാന്റാക്ലോസിനെ നേരിട്ട് കാണണം. ശിശുമാനു, നമുക്കിന്ന് രാത്രി എഴുന്നേറ്റിരുന്നാലോ? ഇതെന്താ ഇത്? നിങ്ങൾ എഴുന്നേറ്റിരുന്നോണ്ട് അദ്ദേഹം നേരത്തെ വരില്ല ഷിൻഷോ. എന്തുമാവട്ടെ, ഞങ്ങൾ ഇന്ന് ഉണർന്നിരിക്കും. ഇന്നെന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറങ്ങാനുള്ള ഒരു പ്ലാനുമില്ലേ? ഇല്ല, ഞങ്ങൾ സാന്റാക്ലോസിനെ കണ്ടിട്ടേ ഒരുങ്ങുകയുള്ളൂ. ഇവരെ ഇനി ആര് മനസ്സിലാക്കിക്കാനാ? ശരി, അദ്ദേഹം വരികയാണെങ്കിൽ എന്നെ കൂടെ വിളിച്ചേക്കണേ ഷിൻസോ. ഇവനും സാന്റാക്ലോസിനെ കാണണം, പക്ഷെ അവൻ സമ്മതിച്ചു തരില്ല. ഓ, മണ്ട ശിരോമണിമാർ, എഴുന്നേറ്റിരുന്നു രാത്രി മുഴുവൻ. ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ സാന്റാക്ലോസ് ആയിരിക്കും. എഴുന്നേക്ക്. വല വിരിക്കു ഷിൻഷോ. അയ്യോ, ഇതെന്താ? ഇത് അച്ഛനാണല്ലോ. ഞങ്ങൾ കരുതി സാന്റാക്ലോസ് ആണെന്ന്. എന്റെ തലയ്ക്ക് എന്തോ പറ്റി? നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ, എന്റെ തലയ്ക്ക് വല്ല പരിക്ക് പറ്റിയിട്ടുണ്ടോന്ന്. ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു അച്ഛാ. നോക്കൂ, അവൻ ഒരു കുട്ടിയാണ്. അവന് സാന്റാക്ലോസിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനും ചെറുപ്പത്തിലൊക്കെ വിശ്വസിച്ചിരുന്നു സാന്റാക്ലോസ് ശരിക്കും വരുന്നുണ്ടെന്ന്. എന്റെ അടുത്തൊരു നല്ല ഐഡിയ ഉണ്ട്. ആരെങ്കിലും ഒരാള് സാന്റാക്ലോസ് ആയി വരികയാണെങ്കിൽ ഷിൻസുന്റെയും ശിശിമാനുവിന്റെയും ആഗ്രഹവും സാധിച്ചു കിട്ടും. കൊള്ളാല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ ആരാണ് സാന്റാക്ലോസ് ആവുക? അതോർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, അതെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. വിശ്വസിക്കൂ, ഞാനില്ലേ. ഡിങ് 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 ഡിങ്. പാതിരാത്രി കഴിഞ്ഞു. കുറച്ചു നേരത്തിനുള്ളിൽ സാന്റാക്ലോസ് വരേണ്ടതല്ലേ? അദ്ദേഹം എന്താ ഇതുവരെ വരാത്തെ? സാന്റ ഇനിയെങ്ങാനും നമ്മുടെ വീട്ടിലേക്കുള്ള വഴി മറന്നുപോയോ ശിശിമാനു? ഓ ഇല്ല സിൻചു, സാന്റയ്ക്ക് എല്ലാവരുടെയും വീട്ടിലേക്കുള്ള വഴി അറിയാം. അപ്പൊ പിന്നെ ശിശിമാനു, സാന്റ എന്താ ഇത്രയും നേരമായും സമ്മാനങ്ങളുമായി വരാത്തത്? അതെങ്ങനെ അറിയാം? ശബ്ദം കേട്ടോ? ആ ശബ്ദം നീ കേട്ടോ? ഓ, സാന്റാക്ലോസ് വന്നു. അതോ സാന്റാക്ലോസ് വന്നു. അതെ, സാന്റ വന്നു. നീ ആ ശബ്ദം കേട്ടില്ലേ? സാന്റാക്ലോസ് വന്നു. ഓ, നിങ്ങൾ കിടന്നിങ്ങനെ ഒച്ച വെച്ചോടുന്ന സാന്റാക്ലോസ് ഒരിക്കലും വരില്ല. നിങ്ങളും കിടന്ന് ഉറങ്ങാൻ നോക്കി, എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്ക്. ശരി, എന്നാ പിന്നെ സാന്റ വന്നു തോന്നുന്നു. പിടിച്ചു. തരാതെ പോവരുത്. എന്താ ചെയ്യുന്നത്? സിൻചു, ശരിക്കും പിടിച്ചോ കേട്ടോ. നന്നായി പിടിച്ചോ, അല്ലെങ്കിൽ ശാന്ത രക്ഷപ്പെടും. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് വിട്. ഇല്ല, ഞങ്ങൾ വിടില്ല. ശിശിമാനു, നീ അവന്റെ പുറകെ പോ. ഇതാ പോകുന്നു. സാന്റാക്ലോസിന്റെ ഡ്രസ്സിന്റെ നിറം ഇപ്പൊ എങ്ങനെ നീലയായത്? ഓ, സാന്റാക്ലോസ് കൊണ്ടുവന്നത് ശിശുമാനുവിന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് റോളാണല്ലോ. നല്ല രുചിയുണ്ട്. എനിക്ക് ടോയ് ഗണ്ണാണ് കിട്ടിയത്. സാന്റാക്ലോസ് എങ്ങനെയാ അറിഞ്ഞത് എനിക്ക് നിഞ്ചയുടെ ചെറിയ ഈ ആയുധമായിരുന്നു വേണ്ടിയതെന്ന്? അദ്ദേഹത്തിന് എല്ലാം അറിയാം. ആ വലിയേട്ടാ, നിങ്ങൾക്കറിയുമോ, ഇന്നലെ രാത്രി ഞങ്ങൾക്ക് സാന്റാക്ലോസ് സമ്മാനങ്ങൾ തന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ സാന്റാക്ലോസ് ഓടിപ്പോയി. പക്ഷെ ഞങ്ങളും ചില്ലറക്കാരല്ല. ഇതാണ്
അദ്ദേഹത്തിന്റെ പാന്റിലെ തുണി. അല്ലോ നിന്റെ പാന്റ് കീറിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ശരി. അതിനർത്ഥം ഇന്നലെ രാത്രി വെല്ലേട്ടനാണ് വന്നത്. അത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. എന്നാ പിന്നെ വെല്ലേട്ടൻ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ഞങ്ങൾക്ക് തരൂ പ്ലീസ്. ഓ അത് എനിക്കും വേണം. ഞാൻ എല്ലാവരോടും പറയും എന്റെ വെല്ലേട്ടനാണ് സാന്റാക്ലോസ് എന്ന്. സാന്റാക്ലോസ് ഇവിടെ ഇരുന്ന് സ്വന്തം പാന്റ് തയ്ക്കുകയാണ്. ഡിങ് ഡിങ്.